സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ രാമായണ ശ്രോതാക്കൾക്ക് എൻ്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനം 20-ാം ദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പഠനഭാഗം 3-ാം അധ്യായം തുടക്കം മുതലാണ്. കഴിഞ്ഞ അധ്യായം അവസാനിച്ചത് രാക്ഷസ കുലോത്പത്തിയും മറ്റ് കഥകളുമൊക്കെ അഗസ്ത്യമുനി രാമദേവൻ ചോദിച്ചതനുസരിച്ച് പറഞ്ഞു. അതിനുശേഷം മുനിമാരെല്ലാം അവരവരുടെ ദിക്കിലേക്ക് യാത്ര തിരിച്ചു. ലങ്കയിൽ നിന്ന് കൂടെയെത്തിയ വിഭീഷണൻ, സുഗ്രീവൻ മുതലായവർ അയോധ്യയിൽ അതിഥികളായിട്ട് ഒരു 2 മാസക്കാലം തങ്ങി. അതിനുശേഷം ധാരാളം സമ്മാനങ്ങളുമൊക്കെ കൊടുത്ത് രാമദേവൻ അവരെയും പറഞ്ഞയച്ചു. പിന്നീട് ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോയി, പുഷ്പകം അളകാപുരിയിലേക്കും പോയി. കാലചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. രാമദേവൻ്റെ ഭരണത്തിന് കീഴിൽ അയോധ്യ രാമരാജ്യം എന്ന പ്രസിദ്ധി നേടി. ഏകദേശം 70 പന്തീരാണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നു. സീതാദേവി ഗർഭം ധരിച്ചു. സീത, അഹല്യ, ദ്രൗപദി, താര, മണ്ഡോദരി ഇവർ പഞ്ചകല്യാണിമാർ എന്ന് പറയപ്പെടുന്നു. അവർക്ക് ഒരിക്കലും സൗന്ദര്യമോ താരുണ്യമോ ഒന്നും ക്ഷയിക്കില്ല. യൗവനം ക്ഷയിക്കാത്തവരാണ് അവർ. അപ്പോൾ അങ്ങനെ രാമദേവനും അതീവ സന്തുഷ്ടനായി. ഇനി നമുക്ക് പാരായണം തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. വെല്ലവും പാൽക്കുഴമ്പും പഞ്ചസാരയും തേനും വെള്ളിത്താലത്തിലുണ്ടു വച്ചിരിക്കുന്നു ബാലേ. എല്ലാമേ ഭുജിച്ചു നിന്മാനസം തെളിഞ്ഞുടൻ നല്ല സൽക്കഥ പറഞ്ഞിടണം കിളിപ്പെണ്ണേ. 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ എഴുത്തച്ഛൻ തൻ്റെ പൈങ്കിളിക്ക് സാധാരണയിൽ കവിഞ്ഞ ഉപചാരമാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? വെല്ലം, ശർക്കര വെല്ലം, പാൽ കാച്ചി കുറുക്കിയത്, പഞ്ചസാര, തേന്, ഇവയൊക്കെ വെള്ളിത്താലത്തിൽ വെച്ചിട്ട് വിളിച്ച് പറയുകയാണ്, എൻ്റെ പൊന്നേ, ഇനി മുന്നോട്ടുള്ള കഥ നീ മുടക്കം കൂടാതെ പറയണം എന്ന്. എന്തുകൊണ്ടാണ് ഇത്ര അധികം ഒരു സൽക്കാരം ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ മുന്നോട്ടുള്ള കഥയുടെ ഗതി അങ്ങനെയാണ്. എത്ര കഠിന ഹൃദയരും കരഞ്ഞു പോകുന്ന കഥകളാണ് ഇനി മുന്നോട്ടുള്ളത്. അപ്പോൾ അത് പറയണമെങ്കിൽ അല്പം പ്രയാസം തന്നെയാണ്. അതായിരിക്കാം പൈങ്കിളിക്ക് ഇത്ര കണ്ട് സൽക്കാരങ്ങൾ എഴുത്തച്ഛൻ കൊടുത്തത്. രാമമാഹാത്മ്യം പറഞ്ഞിടണമെന്നോടു നീ
രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു. മുന്നോട്ടുള്ള രാമമാഹാത്മ്യം എന്നോട് പറയണം. രാമനാമം കൊണ്ടാണ് ഏവരും കൈവല്യത്തെ പ്രാപിക്കുന്നത്. കാക്ഷണം കാലം കളഞ്ഞിടാതെ ഭക്തിയോടെ മോക്ഷസാധനം രാമചരിതം കേട്ടുകൊള്ളിൻ. പൈങ്കിളി പറയുകയാണ്, അല്പം പോലും ഇനി നമ്മുടെ ജീവിതം പാഴാക്കാതെ മോക്ഷസാധനമായ മുന്നോട്ടുള്ള കഥ കേട്ടുകൊള്ളൂ. രാവണാദികളായ രാക്ഷസരെയും കൊന്ന് ദേവകളാലും അഭിവന്ദ്യനാം രഘുനാഥൻ പുഷ്പകവിമാനവും ഏറിച്ചെന്ന അയോധ്യയിൽ അദ്ഭുത പരാക്രമനാഭിഷേകവും ചെയ്തു. മുമ്പ് പറഞ്ഞ കഥകൾ തന്നെയാണ്, ഒന്ന് ചുരുക്കി മുന്നോട്ട് പറയുന്നു, അത്രയേ ഉള്ളൂ. രാക്ഷസരെയൊക്കെ, രാവണൻ മുതലായ രാക്ഷസന്മാരെയൊക്കെ കൊന്നിട്ട് ദേവകളാലും അഭിവന്ദ്യനായിട്ടുള്ള ദേവകളൊക്കെ സമ്മാനിച്ച് പൂജിക്കുന്ന രാമദേവൻ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് തിരിച്ചെത്തി. അവിടെ രാജാവായിട്ട് അഭിഷേകവും ചെയ്തു. കുംഭസംഭവനരുൾ ചെയ്തൊരു നിശാചര സംഭവം കേട്ടു തെളിഞ്ഞവരെ അയച്ചുടൻ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കുംഭസംഭവനായ അഗസ്ത്യമുനി പറഞ്ഞ ആ രാക്ഷസ കുലോത്പത്തിയൊക്കെ കേട്ടിട്ട് അവരെയൊക്കെ യഥാപൂർവം പറഞ്ഞയച്ചു. മേദിനി പരിപാലിച്ചനുജന്മാരുമായേ മേദിനി സുതയോടു കൂടലീലകൾ പൂണ്ടു വനക്രീഡയും ജലക്രീഡയും ചെയ്തു നിത്യം മനഃപ്രീതിയും പൂണ്ടു രമ്യകർമ്മങ്ങളിലും രമിച്ചു വസിച്ചിതു ചില നാളതു കാലം സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു. രാജ്യത്തിനും ജനങ്ങൾക്കും ക്ഷേമ ഐശ്വര്യ ആനന്ദ സാഫല്യം നൽകിക്കൊണ്ട് രാമദേവൻ സീതാസമേതം സഹോദരന്മാരും ഒരുമിച്ച് അങ്ങനെ രാജ്യം ഭരിച്ചു കഴിഞ്ഞു വരികയാണ്. ആ ദമ്പതിമാർ വളരെ നാളത്തെ വിരഹദുഃഖം അനുഭവിച്ചതിന് ശേഷം അവർ അവരുടെ ആനന്ദപൂർണമായ കുടുംബജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഒരിക്കലും വേർപിരിയാത്ത ആ പുണ്യ ദമ്പതികളായി അവർ ജീവിതം നയിച്ചു വരികയാണ്. സത്യത്തിൽ ഇപ്പോൾ അവരുടെ ഹണിമൂൺ സമയം ആണെന്ന് നമുക്ക് പറയാം. വനക്രീഡയും ജലക്രീഡയും എന്നു വേണ്ട, അവർ അങ്ങനെ ആ ക്രീഡകളിൽ മുഴുകി കഴിയുകയാണ്. അയോധ്യയിലെ എല്ലാ രാജ കുടുംബാംഗങ്ങളുടെയും കണ്ണിലുണ്ണിയായിട്ടാണ് സീതാദേവി അവിടെ ഓരോ കാര്യങ്ങളും വേണ്ടതുപോലെ നിർവഹിക്കുന്നത്. രാജ്യഭരണകാര്യങ്ങളിൽ ആ മഹീരത്നം തൻ്റെ പതിയെ സഹായിക്കുകയും ചെയ്തു വന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മുന്നോട്ട് നമുക്ക് നോക്കാം. അക്കാലം ജാനകിക്കു ഗർഭവുമുണ്ടായി വന്നു പുഷ്കരനേത്രൻ താനും പ്രീതി പൂണ്ടരുളിനാൻ. അങ്ങനെ സീതാദേവി ഗർഭവതിയായി. പൗരുഷമായ ധാമം ധരിച്ചു സീതാദേവി പൗരന്മാരാനന്ദവും ധരിച്ചാരതു കാലം. ദേവി ആ ജഗന്നാഥൻ്റെ ബീജം ധരിച്ചു എന്നാണ് പറയുന്നത്. പൗരുഷമായ ധാമം ധരിച്ചു സീതാദേവി. ആ പൗരന്മാരൊക്കെ ആനന്ദ സാഗരത്തിൽ ആറാടി. അങ്ങനെ മരുവുന്നാൾ ഏകതാരഘുവരൻ അങ്കനാ ശിരോമണി തന്നോട് ചോദ്യം ചെയ്തു. അങ്ങനെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു വരവേ ഒരു ദിവസം സീതാദേവിയോട്
രാമദേവൻ ഇപ്രകാരം ചോദിച്ചു: വല്ലഭേ, നിനക്കിപ്പോൾ ഗർഭമുണ്ടല്ലോ, തവ വല്ലതും അഭിരുചിയുള്ളതു പറയണം. ഈ ഗർഭിണികൾക്കൊക്കെ എന്താ അതിന് പറയുന്നത്? ചില ദിക്കുകളിൽ യാക്കമെന്ന് പറയുന്ന, എന്താ അങ്ങനെ പറയുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും ചില ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ആ സമയത്തുണ്ടാവും. അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന കുട്ടികൾക്കാണതിൻ്റെ ദോഷം എന്ന് പറയപ്പെടുന്നു. എന്തായാലും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് രാമദേവൻ സീതാദേവിയോട് ചോദിച്ചു. ഗർഭിണിമാർക്ക് വാഞ്ചയുള്ളതു നൽകിയിടാഞ്ഞാൽ അർഭകന്മാർക്ക് ഓരോരോ കുറ്റങ്ങളുണ്ടായി വരും. കേട്ടില്ലേ? ഗർഭിണിമാർക്കുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അർഭകന്മാർക്ക്, ആ കുട്ടികൾക്കാണ് അതിൻ്റെ കുറ്റം ഉണ്ടാകുന്നത്. ദുർലഭമെന്നാകിലും ഞാനതു നൽകിയിടുവൻ, ചൊല്ലു നീ മനോരഥമെന്നോട് മടിയാതെ. നിന്റെ ആഗ്രഹം വളരെ വിഷമം പിടിച്ചതാണ് സാധിക്കാൻ, എങ്കിൽ തന്നെയും ഞാനത് സാധിച്ചു തരും, യാതൊരു മടിയുമില്ലാതെ അത് പറഞ്ഞാലും. എന്നതു കേട്ടു സീതാദേവിയും ചൊല്ലിയിടിനാൾ: മുന്നം നാം വനവാസത്തിനു പോയതു കാലം, ഓരോരോ മുനിഭക്തിമാരുമായി ആശ്രമത്തിൽ സ്വൈര്യമായി വസിച്ചതിൽ കൗതുകമുണ്ടു പാരം. എങ്കിൽ എൻ്റെ പ്രാണനാഥ, അങ്ങ് കേൾക്കൂ. പണ്ട് നമ്മൾ വനവാസകാലത്ത് ഓരോരോ മുനിമാരുടെ ആശ്രമത്തിൽ താമസിച്ചില്ലായിരുന്നുവോ? മനസ്സി കൊതിയുണ്ട് മുനിപത്നികളുമായി ഒരു നാൾ വാണിടുവാൻ, മനസ്സി കൊതിയുണ്ട് മറ്റൊന്നില്ലെനിക്കേതും. സാധാരണ സ്ത്രീകൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ? ചിലർക്ക് കഴിക്കാൻ, നല്ല നല്ല വസ്തുക്കൾ കഴിക്കാൻ വേണമെന്ന് പറയും, ചിലർക്ക് മറ്റെന്തെങ്കിലും ആഗ്രഹമായിരിക്കും. ഇവിടെ പറഞ്ഞ ഒരു വിചിത്രമായ സംഭവമാണ്. ആകെ വനത്തിൽ പോയി മുനിമാരുടെ ആശ്രമത്തിൽ ആ മുനിപത്നിമാരുമായിട്ട് ഒരു ദിവസം തങ്ങണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഇങ്ങനെ സീതാദേവി ചൊന്നതു കേട്ട നേരം അങ്കനാരത്നത്തോടു രാഘവനരുൾ ചെയ്തു. ഇപ്രകാരം സീതാദേവി പറഞ്ഞത് കേട്ടിട്ട് രാമദേവൻ പറയുകയാണ്: എങ്കിൽ ഞാൻ സൗമിത്രിയെ തുണയും കൂട്ടി നാളെ പങ്കജനേത്രേ പോവാനായി നിയോഗിക്കാമല്ലോ. ഇത്രയുള്ള കാര്യം. എനിക്കാണെങ്കിൽ രാജ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വളരെ പിടിപ്പത് പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ ലക്ഷ്മണനെ കൂട്ടി നിന്നെ നാളെ തന്നെ വനത്തിലേക്ക്, ആ മുനിമാരുടെ അടുത്തേക്ക് അയക്കാം. സുഖമായിട്ട് ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് വന്നാൽ മതി. എന്നതു കേട്ടു തെളിഞ്ഞിരുന്നു വൈദേഹിയും മന്നവനാസ്ഥാന സിംഹാസനേ മരുവിനാൻ. ഇപ്രകാരം രാമദേവൻ പറഞ്ഞത് കേട്ടിട്ട് സീതാദേവിക്ക് വളരെ സന്തോഷമായി. രാമദേവൻ നേരെ തൻ്റെ ആ സഭാതലത്തിലേക്ക് പോയി അവിടെ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അപവാദശ്രവണം. അന്നേരം വിജയനും മധുദത്തനും കൂടി വന്നിതു കാശ്യപനും പിംഗലൻ സുരാജിയും മാഗധൻ കാലകനും ഭദ്രനും ഇവരെല്ലാം ആഗതന്മാരായതു സേവിപ്പാൻ നരേന്ദ്രനെ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ രാമദേവൻ്റെ വിശ്വസ്ത ചാരന്മാരാണ്. തൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം അറിയുവാനായി നാട്ടിലുടനീളം ഈ രഹസ്യചാരന്മാരെ രഹസ്യമായിട്ട് അവരെ അയക്കാറുണ്ടായിരുന്നു.
തീർച്ചയായിട്ടും നല്ല ഭരണാധികാരികൾ അതൊക്കെയാണ് ചെയ്യുന്നത്. ഭരണത്തെപ്പറ്റി ജനങ്ങളുടെ അഭിപ്രായം എന്താണ്, ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഇവയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. തുറന്നു പറയാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യവും എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കി അവരെ വകവരുത്തുക എന്നുള്ളതല്ല, ഭരണത്തിൽ വേണ്ടുന്ന പുരോഗമനം വരുത്തി അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ചാരന്മാരെ നിയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല താനും. അങ്ങനെയുള്ളവരുമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിന്ന് പോരുന്നത്. ഇനി നമുക്ക് പാരായണം തുടരാം. വന്ദിച്ചു കോപ്പി സ്തുതിച്ചിടിനാരവരെല്ലാം, നന്ദിച്ചു നരേന്ദ്രനും ചോദിച്ചാൻ അവരോട്. അവരെല്ലാവരും വന്ന് ദേവനെ, രാജാവിനെ വന്ദിച്ച് സ്തുതിച്ച് അവിടെ നിൽക്കുകയാണ്. അവരെ കണ്ടുകൊണ്ട് രാമദേവൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തമെല്ലാം, എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും ഏതൊരു ജാതി പറയുന്നിതു മഹാജനം. ജനങ്ങളൊക്കെ എന്തു പറയുന്നു? നമ്മുടെ രാജകുടുംബാംഗങ്ങളെപ്പറ്റിയും രാജഭരണത്തെപ്പറ്റിയും ഒക്കെ. എന്നതു കേട്ടു തൊഴുതുണർത്തിച്ചിതു ഭദ്രൻ, മന്നവ മഹാജനവാദങ്ങൾ ചൊല്ലിടുവൻ. അതിൽ ഭദ്രൻ എന്ന ചാരൻ രാജാവിനോട് പറയുകയാണ്. ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ. വാരിധി തന്നിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്ന് ഘോരനാം ദശാസ്യനെ രാക്ഷസപ്പടയോടും നിഗ്രഹിച്ചിരേഴ് ലോകങ്ങളും ധർമ്മത്തോടെ വ്യഗ്രം തീർത്താരീ വണ്ണം രക്ഷിക്കുന്നതു പാർത്താൽ. രാജാവേ, ജനങ്ങൾക്കൊക്കെ മഹാ അതിശയമാണ്. അങ്ങെക്കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു? ഇത്രയും ഘോരമായ അഗാധ ഗർത്തമുള്ള ആ മഹാസമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലെത്തി രാവണാദികളെയൊക്കെ വധിച്ച് പിന്നീട് ഇപ്പോൾ യാതൊരു വിഷമവുമില്ലാതെ, ലോകർക്കാർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ലാതെ ക്ഷേമ ഐശ്വര്യത്തോടുകൂടി രാജ്യഭരണം നടത്തി വരുന്നു. പണ്ടുണ്ടായി വന്നീലാരും ഈ വണ്ണം നരേന്ദ്രന്മാർ, ഉണ്ടായി വന്നിടുകയും ഇല്ലിനി മേലിലേവം. ഇതുപോലുള്ള രാജാക്കന്മാർ ആരും പണ്ടുണ്ടായിരുന്നിട്ടുമില്ല. ഇത്ര സമ്പന്നനായ ഇനിമേലുണ്ടാവുകയുമില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നെല്ലാം ഓരോ വിധം നിന്തിരുവടി തന്നെ വർണ്ണിച്ചു പറയുന്നു നാനാലോകരുമെല്ലാം. എന്നതു കേട്ടു രാമചന്ദ്രനുമരുൾ ചെയ്തു, നന്നു നന്നിദ്ധം വർണ്ണിക്കുന്നതു മതി മതി. നിങ്ങൾ പറയുന്നതൊക്കെ കൊള്ളാം. രാജാവിനെ എന്താ പറയുന്നത്, രാജാവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. പക്ഷെ അതല്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞത് മതി. രാജസന്നിധിങ്കൽ ദോഷങ്ങൾ മറച്ചോരോ പൂജനീയങ്ങളായ ഗുണങ്ങൾ വർണ്ണിച്ചിടും. രാജാവ് ആണെങ്കിൽ, ഭരണം നടത്തുന്നവനാണെങ്കിൽ അവന് ഗുണങ്ങളോടൊപ്പം ദോഷവും കാണും. ഭരണം നടത്തുന്നവനല്ല, ഏതൊരാൾക്കും ഗുണദോഷ സമ്മിശ്രമാണ് ഉള്ളത്. അപ്പോൾ രാജസന്നിധിയിൽ പോയിട്ട് രാജാവിൻ്റെ ഗുണങ്ങൾ മാത്രം ഇങ്ങനെ വർണ്ണിച്ച്
അവിടുന്ന് കിട്ടുന്ന സമ്മാനവും ഒക്കെ മേടിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. എന്തെങ്കിലും അപവാദങ്ങളുണ്ടെങ്കിൽ അതും അറിയണ്ടേ. അങ്ങനെയാണ് ലോക സ്വഭാവം. അങ്ങനെ ലോക സ്വഭാവം പുനരെന്നാലതും മംഗലമല്ല സത്യം ചൊല്ലുന്നതത്രേ നല്ലൂ. അതുകൊണ്ട് ലോക സ്വഭാവമൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. അതാണ് എനിക്ക് കേൾക്കേണ്ടതായിട്ടുള്ളത്. പാർക്കുമ്പോൾ ഗുണദോഷം മിശ്രമായിട്ടേ ഉള്ളൂ, ആർക്കുമേ ഗുണജാലം ദോഷം കൂടാതെ വരാ. ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. സുഖം ദുഃഖം, ഗുണം ദോഷം, തണുപ്പ് ചൂട്, മഴ വെയിൽ എന്ന് വേണ്ട ദ്വന്ദ്വങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കാണാനുള്ളത് അല്ലെങ്കിൽ കേൾക്കാനുള്ളത് വെറും എൻ്റെ ഗുണം മാത്രമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല. അതെന്തായാലും ശരിയല്ല. നിങ്ങൾ സത്യം പറയണം. ചൊല്ലു നീ ദോഷമായിട്ടുള്ളതും ഇനി എന്നു ചൊല്ലിയ നൃപനോട് ഭദ്രനുമുര ചെയ്താൻ. അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞാട്ടെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ ഭദ്രൻ എന്ന ചാരൻ പറയുകയാണ്, അച്യുതനോട് സമനായ രാഘവൻ പുനരിച്ചെയ്ത കർമ്മമെന്തു മറ്റുള്ളോർക്കറിയാവൂ. അച്യുത സമനാണ്, നാരായണ സമനായിരിക്കുന്ന ഞങ്ങളുടെ സ്വാമി ചെയ്ത കാര്യകർമ്മം മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ന്യായമില്ലാതെ ദശകണ്ഠനാം നിശാചരൻ മായയുമേറ്റമുള്ളോൻ കട്ടുകൊണ്ടങ്ങു പോയി. ആദ്യമേ പറഞ്ഞു ഭഗവാൻ ചെയ്തത് ശരിയായിരിക്കും, അച്യുത സമനായിരിക്കുന്ന രാമദേവൻ ചെയ്തത് ശരിയായിരിക്കും. എങ്കിലും പറയുകയാണ്, ന്യായമില്ലാതെ ദശകണ്ഠനാം നിശാചരൻ മായയുമേറ്റമുള്ളോൻ കട്ടുകൊണ്ടങ്ങു പോയി. യാതൊരു ന്യായവുമില്ലാത്ത ആ രാവണ രാക്ഷസൻ, അധർമ്മിയാണവൻ. അവൻ ആരെയാണ് കട്ടുകൊണ്ടു പോയത്? ലങ്കയിൽ പല കാലം വെച്ചിരുന്നവൾ തന്നെ ശങ്ക കൂടാതെ പരിഗ്രഹിച്ചതെന്തു രാമൻ. ഓരാണ്ടുകാലം ലങ്കയിൽ കൊണ്ടുവന്ന് വെച്ചതാണ് ധർമ്മപത്നിയായ സീതയെ, മഹാറാണിയെ. എന്തുകൊണ്ടാണ് രാമദേവൻ അവളെ പരിഗ്രഹിച്ചത് എന്നറിയില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. രാജാവ് കൽപ്പിച്ചതു കാര്യമെന്നൊഴിഞ്ഞു മറ്റാചാരമെന്തു പറയുന്നതു പൗരജനം. എല്ലാം രാജകൽപ്പിതമല്ലേ, രാജാവ് ചെയ്തതല്ലേ, അതിന് നമുക്കൊന്നും പഴി പറയാൻ പറ്റില്ലല്ലോ എന്ന് പൗരജനങ്ങൾ പറഞ്ഞ് സ്വയം അടങ്ങുകയാണ് എന്നെല്ലാം ചിലർ പറയുന്നത് കേൾപ്പാനുണ്ട്. മന്നവ മറ്റൊന്നില്ല ദോഷമായിട്ടു ചൊല്ലുവാൻ. ഇതിലധികം എന്താണ് ദോഷമായിട്ടുള്ളത്? ഒരു ഭയങ്കരമായ ഒരു ദാരുണ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് തിരികൊളുത്തുകയല്ലേ ഇപ്പം ചെയ്തിരിക്കുന്നത്. രാഘവനത് കേട്ടു വിജയാദികൾ തമ്മെ വേഗേന സമ്മാനിച്ചു യാത്രയും വഴങ്ങിനാൻ. രാമന് കേൾക്കാൻ ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നുവല്ലോ. കേട്ടതോ ഭയങ്കരവും. അദ്ദേഹം അവരെയൊക്കെ സമ്മാനിച്ച് യാത്രയാക്കി. എന്നിട്ട് സന്തോഷമോടും അവർ പോയതു നേരമുള്ളിൽ
ചിന്ത പൂണ്ടുറക്കറ പൊക്കിതു രഘുനാഥൻ. അവർ പോയതിന് ശേഷം ചിന്താധീനനായിട്ടാണ് ശയ്യാഗൃഹത്തിലേക്ക് പോയത്. പിന്നീട് അദ്ദേഹം ശരിക്ക് ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇനി നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത് സീതാപരിത്യാഗമാണ്. ഒട്ടേറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ള സംഭവമാണിത്. പലരും ധാരാളം ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പ്രകൃതി നിയോഗിക്കുന്നത് ചെയ്തേ മതിയാവൂ. പ്രകൃതിയുടെ കാര്യകാരണങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ അബദ്ധമാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. എത്രമാത്രം കഠിനഹൃദയരായാലും അവരുടെ കരളലിയിപ്പിക്കുന്ന രംഗമാണ് ഇനി മുന്നോട്ട് പാരായണം ചെയ്യുന്നത്. പ്രത്യുഷസിനു പുനരുദ്ധാനം ചെയ്തു രാമഭദ്രനും നിയമങ്ങൾ കഴിഞ്ഞോരനന്തരം ആദരപൂർവം പ്രതിഹാരികളോട് ചൊന്നാൻ സോദരന്മാരെ വരുത്തിയിടുവിൻ വിരയെപ്പോയി. രാവിലെ എഴുന്നേറ്റ് തൻ്റെ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം തൻ്റെ സേവകന്മാരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പോയി എൻ്റെ സഹോദരങ്ങളെ വേഗം വരുത്തുവിൻ. ദ്വാസ്തന്മാരതു കേട്ടു വേഗേന ചെന്നു തൊഴുതാസ്ഥയാ ചൊല്ലിയിടിനാരരുൾ ചെയ്തവയെല്ലാം. ദാസന്മാർ നേരെ സോദര ഗൃഹങ്ങളിലേക്ക് പോയി രാമദേവൻ്റെ ആജ്ഞയെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. സത്വരം പുറപ്പെട്ടാരവരുമെന്തെന്നൊരു ചിത്തചാഞ്ചല്യത്തോടു വന്നടി വണങ്ങിനാർ. ഇങ്ങനെയൊരു സംഭവം ഇത്ര നാളായിട്ട് ഉണ്ടായിട്ടില്ല. അടിയന്തിരമായിട്ട് ആൾക്കാരെ വിട്ട് സോദരന്മാരെ വിളിപ്പിക്കുക എന്തൊക്കെയോ ആപത്തിൻ്റെ ഒരു സൂചനയാണ്. അവർക്ക് ആകപ്പാടെ ഒരു ചിത്തചാഞ്ചല്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അവർ വന്ന് രാമദേവൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. രാഘവൻ ഭ്രാതാക്കളെ ഗാഠമാശ്ലേഷം ചെയ്തു രാഗഭാരേണ പിടിച്ചിരുത്തി അരുൾ ചെയ്തു. സഹോദരന്മാരെയൊക്കെ സ്നേഹാധിക്യത്താൽ ആലിംഗനം ചെയ്തു. തൻ്റെ അടുത്ത് തന്നെ അവരെ പിടിച്ചിരുത്തി. പ്രാണനായതു നിങ്ങൾ എനിക്കു ബാലന്മാരെ, പ്രാണൻ പോയിടും മമ നിങ്ങളെ പിരിയുമ്പോൾ. എൻ്റെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ഒരു നിമിഷമെങ്കിലും പിരിഞ്ഞാൽ എൻ്റെ പ്രാണൻ പോകും. നിങ്ങൾക്കു വേണ്ടി തന്നെ രാജ്യഭാരത്തെയെല്ലാം ഇങ്ങനെ വഹിക്കുന്നു ഞാനെന്നതറിഞ്ഞാലും നിങ്ങളുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ രാജാവായിട്ട് ഈ ചുമതല ഏറ്റെടുത്തത്. ഭഗവാൻ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ നിർബന്ധം മൂലമാണ് ഞാനിത് ചെയ്യുന്നത്. മേദിനി തന്നിൽ ദശരഥനു തനയനായി ജാതനായി ധർമ്മപരിപാലനം ചെയ്തുവാണേൻ. ഇതുവരെ ദശരഥ പുത്രനായിട്ട് ഭൂമി പരിപാലിച്ച് ധർമ്മത്തോടു കൂടി ഭൂമി പരിപാലിച്ച് വരികയാണ്. അച്ഛൻ്റെ പേരിനൊരു കളങ്കവും വരുത്തിയിട്ടില്ല. സൂര്യവംശത്തിനൊരു കളങ്കമുണ്ടാകാതെ
ആര്യന്മാരാലും സുപൂജിതനായി ഇത്ര നാളും. ശ്രേഷ്ഠന്മാരാൽ പൂജിതനായിട്ട് സൂര്യവംശത്തിൻ്റെ പേര് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പേര് കുറച്ചുകൂടി ശ്രേഷ്ഠതരമാക്കിക്കൊണ്ട് ഇത്ര നാൾ ഞാൻ രാജ്യം ഭരിച്ചു വരികയാണ്. ഇന്നിപ്പോൾ അപവാദം മുറ്റി വന്നിരിക്കുന്നു, ഇന്നതു നിങ്ങളോട് ചൊല്ലുവാൻ ചൊല്ലിവിട്ടേൻ. നോക്കൂ, ഇപ്പോൾ നമ്മൾക്കൊരു അപവാദം വന്നു പെട്ടിരിക്കുന്നു. അത് പറയുവാനായിട്ടാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ഈ അപവാദത്തിന് തിരികൊളുത്തിയത് ഒരു രചകൻ എന്ന ഒരു അലക്കുകാരനോ എന്തോ ആണ് എന്ന് പറയപ്പെടുന്നു. അവർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ കലഹത്തിൽ വെച്ച് ഭാര്യ ഒരു ദുർനടപ്പുകാരിയായിരുന്നു എന്നാണ് രചകൻ്റെ അഭിപ്രായം. അപ്പോൾ ഭാര്യ പറയുകയുണ്ടായി പോലും, ഇത്ര നാളും രാവണൻ ലങ്കയിൽ പാർപ്പിച്ച സീതാദേവിയെ രാമദേവൻ മഹാറാണിയായി ഇവിടെ വാഴിക്കാമെങ്കിൽ തനിക്കെന്താടോ കുഴപ്പം? ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചു എന്നുള്ള അപവാദമാണ് ഈ ചാരന്മാർ കേട്ടത്. അതാണ് ഇങ്ങനെയൊരു സംഭവത്തിന് വഴിവെച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓരാണ്ടു ലങ്ക തന്നിലിരുന്ന സീത തന്നെ ഓരാതെ കൈക്കൊണ്ടതു നന്നല്ല രഘുവരൻ. ഒരു വർഷം ലങ്കയിലിരുന്ന ആ സീതയെ യാതൊരു മടിയുമില്ലാതെ സ്വീകരിച്ചത് ശരിയായില്ല. ഇങ്ങനെ മന്ത്രിക്കുന്നു പുരവാസികളെല്ലാം, നിങ്ങളതേതും ധരിച്ചില്ലല്ലോ ബാലന്മാരേ. കുഞ്ഞുങ്ങളെ, നിങ്ങളാരും ഈ കാര്യം അറിയാതെ പോയല്ലോ. ഇങ്ങനെയാണിപ്പോൾ ജനങ്ങൾ സംസാരിക്കുന്നത്, നമ്മളെപ്പറ്റിയുള്ള അപവാദം. ഞാൻ അതിനുപായവും കണ്ടിട്ടുണ്ടിപ്പോൾ, ആതുമാനസേ ധരിച്ചാലും ചൊല്ലുവനത് കേൾപ്പിൻ. എന്തായാലും അപവാദം വന്നു പെട്ടു. അതിന് നമുക്കൊരു വഴി, അതില്ലാതാക്കാനൊരു വഴി നമുക്ക് ചെയ്തേ പറ്റൂ. അത് ഞാൻ എന്താണെന്ന് ഉറച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾ കേൾക്കുക. ഗർഭിണികൾക്കു രുചിയുണ്ടാം ഓരോന്നിൽ, അതും ഇപ്പോഴെന്തോന്നിലാച നിനക്കെന്നവളോട് ചോദിച്ചേനിന്നലെ ഞാൻ. അന്നേരം അവൾ ചൊന്നാൾ, ചേതസി കൊതി എനിക്കൊന്നിലുണ്ടറിഞ്ഞാലും. അതെ, ഇന്നലെ എൻ്റെ ധർമ്മപത്നി, ഇപ്പോൾ ഗർഭിണിയാണല്ലോ, അവളോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും കൊതിയുണ്ടോ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു, ചേതസി കൊതി എനിക്കൊന്നിലുണ്ടറിഞ്ഞാലും, താപസാശ്രമങ്ങളിൽ ഒരു നാൾ മുന്നേ പോലെ താപസീജനത്തോടു കൂടി വാഴുവാനിന്ന്. എനിക്ക് താപസിമാരോട് കൂടി താമസിക്കുവാനായിട്ട്, ഒരു ദിവസം തങ്ങാനായിട്ട് കൊതിയുണ്ട്. അതുകൊണ്ട് എങ്കിലോ സൗമിത്രിയെ തുണയും കൂട്ടി നാളെ സങ്കടം കൂടാതെ കണ്ടയക്കാമെന്നു ഞാനും പറഞ്ഞേനതിന്നിനി. സൗമിത്രേ വൈകിടാതെ പറഞ്ഞ വണ്ണം തന്നെ കൊണ്ടുപോകയും വേണം. അതെ ലക്ഷ്മണ, ഞാൻ സീതയോട് പറയുകയുണ്ടായി, നാളെ നിന്നെ കൂട്ടി വനത്തിലേക്ക്, ആ താപസന്മാരുടെ അടുത്തേക്ക് വിടാമെന്ന്. ആ കാര്യം നീ നിർവഹിക്കണം.
തേർമേലെ കരയേറ്റി സുമന്ത്രരോടും കൂടെ വാൽമീകി മുനിപ്രവരാശ്രമോപാന്തത്തിങ്കൽ വൻകാട്ടിൽ കൊണ്ടക്കളഞ്ഞിങ്ങു നീ പോന്നിടുക. ശങ്കിക്ക വേണ്ട, നീ ഞാൻ ചൊന്നതു കേൾക്കേ വേണ്ടൂ. ഹരേ രാമ. എന്താണ് പറയുന്നത്? ഗർഭിണിയായ സീതയെ തേരിൽ കയറ്റി, സുമന്ത്രർ തേര് നടത്തും, തേരിൽ കയറ്റി വാൽമീകി ആശ്രമത്തിൻ്റെ ഉപാന്ത വാൽമീകി ആശ്രമത്തിനടുത്ത് കൊണ്ടെന്ന് വിട്ടിട്ട് നീ തിരിച്ചു പോരുക. വൻകാട്ടിൽ കൊണ്ടക്കളഞ്ഞിങ്ങ് നീ പോന്നിടുക. കട്ടായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്ത് പറഞ്ഞു? ശങ്കിക്ക വേണ്ട, നീ ഞാൻ ചൊന്നതു കേൾക്കേ വേണ്ടൂ. അതിന് പ്രത്യേകിച്ചൊന്നും ഒരു ശങ്കയും വേണ്ട. ഇതെൻ്റെ ആജ്ഞയാണ്. ഞാൻ ചൊന്നത് കേൾക്കേ വേണ്ടൂ. ഇന്നിനി മറുത്തിതിനെന്നോട് ചൊല്ലുന്നവരെന്നുടെ ശത്രുക്കളാകുന്നതെന്നതുന്നൂനം. ഇനി മറിച്ചെന്തെങ്കിലും നീ പറയുകയാണെങ്കിൽ നീ എൻ്റെ ശത്രുക്കളിൽ ഏറ്റവും വലിയ ശത്രുവായിരിക്കും നീ. ഇവിടെയാണ് ഒരു ഭരണാധികാരിയുടെ കടമ നിറവേറ്റുന്നത്. ജനഹിതാർത്ഥം അത് തൻ്റെ പത്നിയായാലും അച്ഛനായാലും ആരായാലും താനായാലും ശരി വേണ്ടുന്നത് ചെയ്യുക എന്നതാണ്. അല്ലാതെ അത് ജനങ്ങൾ പറഞ്ഞതാ അതിൻ്റെ ആവശ്യമില്ല എന്നല്ല. രാജാവ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. കാനനെ തപസ്സു ചെയ്തിരുന്നീടിന കാലം മാനിനെ പിടിപ്പാനായി ഞാൻ പോയ നേരം നീയും ജാനകി വാക്കുകേട്ടു വേറിട്ടൊരവസരം കണ്ടു. രാവണൻ ഒരു ഭിക്ഷുവേഷത്താൽ കട്ടുകൊണ്ടുപോയി ലങ്കാപുരം തന്നിൽ വച്ചൊരു ശേഷം സുഗ്രീവൻ തന്നെ കണ്ടു സഖ്യം ചെയ്തവനോടും നിഗ്രഹിച്ചിതു ബാലിയാകിയ കവീന്ദ്രനെ മാരുതി മൈഥിലിയെ കണ്ടുവന്നൊരു ശേഷം വാരിധി തന്നിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്നു രാവണൻ തന്നെ പടയോട് നിഗ്രഹിച്ചു. നാം രാവണ സഹജനെ വാഴിച്ചു ലങ്ക തന്നിൽ. മേദിനി സുതയെ കൊണ്ടഗ്നിപ്രവേശം ചെയ്യിച്ചാധി കൈക്കൊണ്ടു നിൽക്കും നേരത്തു വന്നിദേവൻ ജാനകി തന്നെ കൊണ്ട് എന്നുടെ കയ്യിൽ നൽകി മാനിനിക്കൊരു ദോഷലേശമില്ലെന്നു ചൊന്നാൻ. അദ്ദേഹം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും അവരോട് പറയുകയാണ്. അതിനിവിടെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. പൊന്മാനിനെ മാരീചനെ വധിച്ചതും പിന്നീട് രാവണൻ ജാനകിയെ അപഹരിച്ചു കൊണ്ടുപോയതും പിന്നെ സീതാന്വേഷണവും സുഗ്രീവ സഖ്യവും പിന്നെ എന്ന് വേണ്ട രാവണവധവും ഒക്കെ എല്ലാം ഏകദേശം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. അവസാനം രാവണവധത്തിന് ശേഷം അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരുന്ന സീതാദേവിയെ അഗ്നി തന്നെ നമ്മളുടെ മുന്നിൽ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നുവല്ലോ. അപ്പോൾ പറയുകയുണ്ടായി, യാതൊരു കളങ്കവും ഇല്ലാത്തവളാണിവൾ, ഇവളെ പരിഗ്രഹിക്കുക എന്ന്. ദേവേന്ദ്രനാദികളായ ദേവകൾ മുനികളും ദേവദേവേശൻ മഹാദേവനും വിരിഞ്ചനും യോഷമാർമണിയായ ജാനകി ദേവിക്കൊരു ദോഷമില്ലെന്നു ചൊന്നതൊക്കെ നീ കേട്ടായല്ലോ. ആ സമയത്ത് ആകാശമാർഗെ വന്ന് നിന്നിരുന്ന ദേവേന്ദ്രൻ, പിന്നെ
പാർവതി ദേവിയോട് കൂടി വന്ന പരമശിവൻ, ബ്രഹ്മാവ്, മുനികൾ എന്ന് വേണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു ദേവിക്ക് യാതൊരു ദോഷവുമില്ല എന്ന്. അത് നീ കേട്ടതുമാണല്ലോ. ഞാൻ അതുമൂലം പരിഗ്രഹിച്ചു വിശ്വാസേന, ജാനകി തന്നെ അതു കാരണമായിട്ടിപ്പോൾ ദുഷ്കീർത്തി പരന്നിതു നാട്ടിലെല്ലാമേ മമ, ദുഷ്കീർത്തി കളവാനായി കളയാം നിങ്ങളെയും. അവരെ വിശ്വസിച്ചാണ് ഞാൻ സീതയെ പരിഗ്രഹിച്ചത്. ഇപ്പോൾ ഇതാ നാട് മുഴുവൻ ദുഷ്കീർത്തിയായി, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാതെയായി. ഞാൻ രാജാവാണെന്ന് പറയാൻ നാണിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെൻ്റെ ആജ്ഞയെ പാലിച്ചില്ലെങ്കിൽ നിങ്ങളെയും ഞാൻ ഉപേക്ഷിക്കും, സംശയമില്ല. പക്ഷേ ഈ പഴി എൻ്റെ പ്രാണഹാനിക്ക് തുല്യമാണ്. മാതാക്കന്മാരാകിലും രാജ്യമെന്നാകിലും ഞാൻ ഏതുമേ മടിയാതെ കളവൻ പഴി തീർപ്പാൻ. മുമ്പ് രാജ്യം ഉപേക്ഷിച്ചു അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടിയിട്ട്. ഇനിയായാലും ശരി, ഈ പഴി തീരാനായിട്ട് എൻ്റെ ജീവനോ അല്ലെങ്കിൽ ഈ രാജ്യമോ എൻ്റെ അമ്മയോ ഒക്കെ, അമ്മയായാലും മറ്റ് ബന്ധുക്കളായാലും, ഇപ്പോൾ സീതയെയാണ് ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നത്. ആരെ കളയാനും എനിക്ക് മടിയില്ല, ആരെ ഉപേക്ഷിക്കാനും. അതാണ് ഒരു ഉത്തമ രാജധർമ്മം. ഒന്നും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവിടെ കസേരയിൽ ഇങ്ങനെ പിടിച്ച് ഞാന്നിരിക്കും. എങ്ങനെങ്കിലും എന്ത് അധർമ്മ പ്രവൃത്തിയിലൂടെയും അധികാരത്തിൽ അങ്ങനെ ഞാന്ന് കിടക്കണമെന്നുള്ള ഒരേ ഒരു കൊതി മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒട്ടുമുക്കാലും ഭരണാധികാരികൾക്ക്. നമ്മൾക്ക് ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ജയ ഗുരു.